നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 169ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദാനധർമ്മത്തെ പറ്റിയാണ്. ദാനധർമ്മം, അതായത് ദാനം, എന്തൊക്കെയാണ് ദാനം, തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ്. ദാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്, എങ്ങനെ വേണം ദാനം കൊടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം പരിശുദ്ധ ബൈബിളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ദൈവത്തിനോട് നമുക്കുള്ള അനുസരണയാണ് ദാനം കാണിക്കുന്നതെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു നിർദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ 10-1 ഭാഗം ദാനം ചെയ്യണമെന്നാണ്. അത് ദൈവത്തിനോട് നമുക്കുള്ള സ്നേഹത്തെയും കാണിക്കുന്നതാണ്. തുടർന്നും ക്രിസ്തുദേവൻ പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ സംഭരിക്കുന്ന ആഡംബരങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല, മറിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നിങ്ങൾക്ക് സംഭരിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ദാനധർമ്മങ്ങൾ കൊണ്ട് മാത്രമാണ്. അത് നശിക്കുകയോ കള്ളൻ മോഷ്ടിക്കുകയോ ചെയ്യില്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ രാജ്യത്തിൽ അത് നിങ്ങൾക്ക് ദൈവത്തിനോടുള്ള സ്നേഹത്തിൻ്റെ തെളിവായിരിക്കുകയും ചെയ്യുമെന്നും. എന്നാൽ നിങ്ങൾ കൊടുക്കുന്ന ധനം എത്ര വലുതാണെന്നുള്ളതല്ല, നിങ്ങൾക്ക് ദൈവത്തിൽ എത്ര വിശ്വാസമുണ്ടെന്നുള്ളതിനുള്ള തെളിവാണെന്ന് യേശുക്രിസ്തു പ്രത്യേകം പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ദൈവം തന്നിരിക്കുന്നതൊന്നും നമുക്ക് മാത്രമുള്ളതല്ല, അത് ആവശ്യക്കാർക്ക് കൂടി വീതിച്ചു കൊടുക്കാനുള്ളതാണെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. പിന്നീട് കൊടുക്കുന്തോറും ഏറിടുമെന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. കൊടുക്കുന്തോറും ഏറിടുമെന്ന് ഒരു പഴഞ്ചൊല്ല് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഇനിയും പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. പാവങ്ങൾക്ക് നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ ഒരിക്കലും അതിന് പരസ്യം കൊടുക്കരുതെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, അല്ലാഹു പറഞ്ഞിരിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന എല്ലാ ദാനങ്ങളും അല്ലാഹുവിന് അപ്പോൾ അറിയാനും പറ്റുമെന്നും പറയുന്നുണ്ട്. അല്ലാഹു അപ്പോഴപ്പോഴും അറിയുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ദാനങ്ങൾ. അതുകൊണ്ട് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, അല്ലാഹു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നയാളുടെ ധനത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുകയാണെന്ന് അർഹരായ മുസ്ലിം ജനങ്ങൾ 2.5% സക്കാത്തായിട്ട്, അതായത് ഒരു ചാന്ദ്രവർഷം എന്ന് പറയുന്നത് ലൂണാർ ഇയർ എന്ന് പറയും. ചാന്ദ്രവർഷത്തിൽ 2.5% അവരുടെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ലാഭത്തിൻ്റെ 2.5% സക്കാത്തായിട്ട് നൽകണമെന്നാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. ഇനി സക്കാത്ത് നൽകുന്ന ഇസ്ലാം മതത്തിൻ്റെ 5 അടിസ്ഥാന തൂണുകളിൽ ഒന്നാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മറ്റു 4 തൂണുകൾ പ്രാർത്ഥന, ഉപവാസം, ഹജ്ജ് നടത്തുക, അല്ലാഹുവിലുള്ള ദൃഢവിശ്വാസം എന്നിവയാണെന്ന് നേരത്തെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സക്കാത്ത് നൽകുന്ന ആൾക്കും സക്കാത്ത് വാങ്ങുന്ന ആൾക്കും അതിനുള്ള അർഹത ഉണ്ടാകണമെന്നും ഖുർആൻ അനുശാസിക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിലുള്ള ധനമായിരിക്കണം നമ്മൾ ദാനം ചെയ്യുന്നത്. അത് വാങ്ങിക്കുന്ന ആളിലും അതിന് അർഹതയുള്ളവരായിരിക്കണമെന്നും ഖുർആനിൽ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഈദിന് മുമ്പ് ഫിത്റാന നൽകണമെന്നും അത് എല്ലാ വീട്ടിലെയും പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നൽകണമെന്നും പറയുന്നുണ്ട്. ആവശ്യക്കാരായ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണമോ അതിന് തുല്യമായ തുകയുമാണ് ഈദ് നമസ്കാരത്തിന് മുമ്പ് നൽകണമെന്നും പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പിന്നീട് 4 തരക്കാർ സക്കാത്ത് കൊടുക്കേണ്ട എന്നും പറയുന്നുണ്ട്. അവർ ദരിദ്രർ, ജീവിക്കാൻ കഷ്ടപ്പെടുന്നവർ, കടക്കാർ, ഇവരെയൊക്കെ സക്കാത്ത് നൽകുന്നതെന്നും ഖുർആൻ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി ഹിന്ദു തത്വശാസ്ത്രം അനുസരിച്ച് ദാനധർമ്മത്തെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ദാനധർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാണെന്നാണ് പറയുന്നത്. പിന്നെ വേദങ്ങളിലൊന്നും ദാനത്തിനെ പറ്റി പരാമർശമൊന്നുമില്ല. എന്നാലും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ധനം, ഭഗവത്ഗീതയിൽ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ധനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്നാണ്. അന്നദാനം ഏറ്റവും വലിയ ദാനമായി എല്ലാ പുരാണങ്ങളിലും പറയുന്നുണ്ട്. എന്നാൽ വേദങ്ങളിൽ എത്ര ദാനം ചെയ്യണമെന്ന് ഒരിടത്തും പറയുന്നില്ല. ഭഗവത്ഗീത ദാനമായി നൽകുന്നത് നല്ല രീതിയിലുള്ള ദാനമായി കരുതുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത അർഹതപ്പെട്ടവരെ സഹായിക്കുന്നത് സ്വാത്വികമായ ദാനമാണെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. കഠിനാധ്വാനത്തിലൂടെ ധനം സമ്പാദിക്കുന്നത് ഒരു കുറ്റമല്ല. ശരിക്കും ധനമെന്നത് ജലം പോലെയാണ്. ജീവിക്കാൻ അത് അത്യാവശ്യമാണെങ്കിലും അത് കൂടിപ്പോയാലും അതിൽ മുങ്ങി മരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. അതായത് പിന്നെ ജലം പോലെയാണ്, അത് ആവശ്യത്തിന് വേണം, നമുക്ക് ജലം എല്ലാവർക്കും വേണമല്ലോ. പക്ഷേ അത് കൂടുതലായി പോയാൽ അതിൽ തന്നെ മുങ്ങി മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം ആവശ്യത്തിന് മാത്രം നമ്മൾ സമ്പാദിച്ചാൽ മതി എന്നും ഭഗവത്ഗീത പറയുന്നുണ്ട്. പിന്നെ അതിൽ അഹങ്കരിക്കാത്ത ആവശ്യത്തിന് ഉപയോഗിച്ച് ആനന്ദിച്ച ശേഷം അർഹതപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്താൽ ഒരു ദോഷവും നിങ്ങൾക്ക് വരികയില്ലെന്നും ഭഗവത്ഗീത പറയുന്നുണ്ട്. അതായത് നമുക്ക് അഹങ്കരിക്കാതെ നമുക്ക് ആവശ്യത്തിന് ആഡംബരത്തിനൊക്കെ ഉപയോഗിക്കാം, പക്ഷേ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ അർഹതപ്പെട്ടവരെ സഹായിക്കാനും ഉപയോഗിക്കണം. കാരണം ഒരുപാടങ്ങ് ആഹ്ലാദിക്കുക എന്നുള്ളതല്ല, ആവശ്യത്തിന് നമ്മൾ ആഹ്ലാദിക്കുകയൊക്കെ വേണം. അതാണ് ഹിന്ദു തത്വശാസ്ത്രം പറയുന്നത്. ഇനി ബുദ്ധമതം അനുസരിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ബുദ്ധമതത്തിൽ പറയുന്നത് അന്നദാനം നടത്തുന്നത് ഒരു പുണ്യമാണെന്നാണ് ബുദ്ധമതം പറയുന്നത്.
മാത്രമല്ല ശ്രീബുദ്ധൻ പറയുന്നു, നമ്മൾ യാതൊരു തരത്തിലും പ്രതിഫലത്തെപ്പറ്റി ചിന്തിക്കാതെ ചെയ്യുന്ന ദാനമാണ് മഹത്തരമെന്ന്. പ്രതിഫലത്തെപ്പറ്റി ചിന്തിക്കാതെ ചെയ്യുന്ന ദാനമാണ് മഹത്തരമെന്നാണ് ബുദ്ധമതം പറയുന്നത്. പിന്നെ നല്ലൊരു ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ദാനധർമ്മങ്ങൾ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഒരു നല്ല ജീവിതം വേണമെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്തിരിക്കണം. ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിച്ച് നടക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, അത് ദൈവത്തിൻ്റെ അപ്രീതിക്കും പാത്രമാകുന്നതാണ് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതായത് ചിലർ പിന്നെ കുറച്ച് കാശ് കൊടുത്തിട്ട് എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ എന്നൊക്കെ ഇങ്ങനെ ഓരോ പിന്നെ ആളുകളുണ്ടല്ലോ പണം കൊടുത്തിട്ട് അത് കൊട്ടിഘോഷിച്ച് നടക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മാത്രമല്ല അവർക്കത് ദോഷമേ വരത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. പിന്നെ അന്നദാനം, വസ്ത്രദാനം, അഭയദാനം, ഔഷധദാനം എന്നിവയും മഹത്തരമായ ദാനങ്ങളായിട്ട് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇതാണ് ദാനങ്ങളെ പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.